കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ നസ്ലിൻ നായകനായ മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ഡീറ്റെയിലിംഗ് ആണ് ഈ വീഡിയോ. നിങ്ങൾ ഈ സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്തു പോവുക. അല്ലാത്തവർ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. സോ വെൽക്കം ടു ബോക്സ് ഓഫീസ്. ഈ സിനിമയിൽ പറയുകയും കാണിക്കുകയും ചെയ്യുന്ന കഥയും കഥാപാത്രങ്ങളും സംഭവങ്ങളും 100% യഥാർത്ഥ ജീവിതത്തിൽ നടന്നവയല്ല. എന്നാൽ യഥാർത്ഥ സംഭവങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി സംവിധായകൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കൃത്യമായി സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ സംവിധായകനായ അഭിനവ് സുന്ദർ നായക് തന്നെയാണ് നസ്ലിന്റെ വിനീത് മാധവൻ എന്ന കഥാപാത്രം. വിനീത് മാധവന്റെ സിനിമയോടുള്ള പാഷൻ, സംസാരിക്കുന്ന രീതി, ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങൾ, നേരിട്ട അനുഭവങ്ങൾ, എന്തിന് ഉപയോഗിക്കുന്ന കണ്ണട വരെ സംവിധായകനായ അഭിനവിന്റെ രീതികൾ തന്നെയാണ്. അഭിനവിന്റെ ജനനവർഷം 1990 ഡിസംബർ ആണ്. നസ്ലിന്റെ വിനീത് മാധവൻ എന്ന കഥാപാത്രത്തിന്റെ ജനനവർഷമായി കാണിച്ചിരിക്കുന്നത് 1989 ആണ്. 1996 കാലഘട്ടമെന്ന് എഴുതി കാണിച്ച് സിനിമ ആരംഭിക്കുമ്പോൾ ആ ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡിലെ ഡേറ്റ് 1994 എന്നാണ്. അതൊരു ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നു, പക്ഷേ കാര്യമാക്കുന്നില്ല. സംവിധായകൻ അഭിനവ് മനോജ് നൈറ്റി ശ്യാമളന്റെയും രാംഗോപാൽ വർമ്മയുടെയും കടുത്ത ആരാധകനാണെന്നും ചെറുപ്പകാലത്ത് നാട്ടിലെ തിയേറ്ററിൽ മമ്മി എന്ന ഹോളിവുഡ് സിനിമ DTS സ്പെഷ്യൽ എഫക്റ്റിൽ കേട്ടപ്പോൾ മുതൽ സിനിമയോടുള്ള താല്പര്യം തോന്നിയെന്ന് അഭിനവ് തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് സിനിമയിൽ വിനീത് മാധവന്റെ ചെറുപ്പകാലത്ത് സംഭവിക്കുന്നതായി കാണിക്കുന്നത്. വർഷങ്ങൾ സമയമെടുത്ത് അഭിനവ് എഴുതിയ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന്റെ തിരക്കഥ ഒരുപാട് നടന്മാരോട് പറഞ്ഞെങ്കിലും ആർക്കും വർക്കായില്ല. പ്രത്യേകിച്ചും നിവിൻ പോളിയെ മനസ്സിൽ കണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയെങ്കിലും അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് റിജക്ട് ചെയ്തു. പിന്നീട് ആ ഒരു ക്യാരക്ടറിനോട് സിമിലറായ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നതിന്റെ പേരിൽ അഭിനവിന് തിരക്കഥ മാറ്റേണ്ടി വന്നു. കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി, ട്രാൻസ് എന്നീ സിനിമകളിലെ ഫഹദ് ഫാസിലിന്റെ സൈക്കോ കഥാപാത്രം വന്നതുകൊണ്ട് അഭിനവിന് ഒരുപാട് തവണ തിരക്കഥ റീറൈറ്റ് ചെയ്യേണ്ടി വന്നു. നസ്ലിന്റെ വിനീത് മാധവൻ എന്ന കഥാപാത്രം സിനിമയിൽ ഒരുപാട് തവണ തിരക്കഥകൾ റീറൈറ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിന്റെ റഫറൻസ് ആണ്. അർജുൻ ഹരിദാസ് വിനീത് മാധവനെ എപ്പോഴും കോപ്പി അടിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു റഫറൻസ് ആണ് ഇവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സിംഗ് സ്റ്റൈല്. വിനീത് മാധവൻ ധരിച്ചിരിക്കുന്ന അതേ തരത്തിലുള്ള കോസ്റ്റ്യൂമാണ് അർജുൻ ഹരിദാസും പല പ്രധാനപ്പെട്ട സീനുകളിൽ ധരിക്കുന്നത്. മാത്രമല്ല, അർജുൻ ഹരിദാസ് വിനീത് മാധവനോട് പറയുന്നുണ്ട്, ഇനി ജനങ്ങൾ പറയും നീയാണ് എന്നെ ഇത്രയും നാളും കോപ്പി അടിച്ചത് എന്ന്. ഇത് പറഞ്ഞതിന് ശേഷം അർജുൻ ഹരിദാസ് വിനീത് മാധവന്റെ ഷർട്ട് പുറത്തേക്ക് എടുത്തിടുന്നുണ്ട്. അർജുൻ എപ്പോഴും വിനീതിനെ കോപ്പി അടിക്കുന്നു എന്നുള്ളത് ഡ്രസ്സിംഗിലൂടെ കാണിച്ചത് സംവിധായകന്റെ ഒരു മിടുക്കായിരുന്നു. ഈ സിനിമയിൽ പ്രേമലു സിനിമയുടെ ഒരു റെഫറൻസ് ഉണ്ട്. സൂപ്പർ സ്റ്റാർ സ്വരൂപിന്റെ മരണാനന്തര ചടങ്ങിനിടയിൽ ഷറഫുദ്ദീന്റെ കഥാപാത്രം വിനീത് മാധവനോട് പറയുന്നുണ്ട്, എനിക്കും കിട്ടിയില്ല നിനക്കും കിട്ടത്തില്ല എന്ന്. പ്രേമലു സിനിമയുടെ ക്ലൈമാക്സിൽ ആദിയോട് നസ്ലിൻ പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് സിനിമയിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ കള്ളത്തരം കാണിച്ച് ജീവിച്ച വ്യക്തിയാണ് വൈക്കം ഡേവിഡ്. വൈക്കം ഡേവിഡിന്റെ വീട്ടിൽ അയാളുടെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്. വൈക്കം ഡേവിഡിനെ പോലെ ഇതേ രീതിയിൽ കള്ളത്തരം കാണിച്ച് ജീവിക്കുന്ന അർജുൻ ഹരിദാസിന്റെ ഓഫീസ് റൂമിലും അയാളുടെ ഒരു വലിയ ഫോട്ടോ കൊണ്ടുവയ്ക്കുന്നുണ്ട്. മറ്റൊരു കിടിലൻ ഡീറ്റെയിലിംഗ് ആണ്, വിനീത് മാധവൻ ഒരുപാട് ലോക സിനിമകൾ കാണുന്ന ആളായതുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, എന്റെ ആദ്യ സിനിമ എന്റേത് മാത്രമായിരിക്കണം, വേറെ ഒരു സിനിമയിൽ നിന്നും ഞാൻ റെഫറൻസ് ആയി ഒന്നും എടുക്കില്ല എന്ന്. എന്നാൽ പിന്നീട് വിനീത് മാധവൻ തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്നത് വൈക്കം ഡേവിഡ് എഴുതിയ ഡെവിൾസ് ഐലൻഡ് എന്ന നോവൽ എടുത്തിട്ടാണ്. അതായത് മറ്റൊരാളുടെ റെഫറൻസ് വിനീത് ആദ്യമായിട്ട് എടുക്കുന്നു. ഇതുപോലെ തന്നെയാണ് സിനിമയുടെ സംവിധായകൻ അഭിനവ് സുന്ദർ നായക് തന്റെ ആദ്യ സിനിമയായ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ചെയ്തത് 2014 അമേരിക്കൻ സിനിമയായ നൈറ്റ് ക്ലോററിൽ നിന്നും റെഫറൻസ് എടുത്തിട്ടായിരുന്നു. വിനീത് മാധവൻ താൻ സംവിധാനം ചെയ്ത സിനിമ ആരോടും ചോദിക്കാതെ ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഇത് ശരിക്കും അഭിനവിന്റെ തന്നെ റിയൽ ക്യാരക്ടറാണ്. അതായത് ഗോദ സിനിമ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സംവിധായകൻ ബേസിലിനോട് ചോദിക്കാതെ അഭിനവ് സിനിമയുടെ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അവന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണ് ഞാൻ സിനിമയുടെ സീനുകളെല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റിയത് എന്ന് അഭിനവ് തമാശ രൂപേണ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. സിനിമയിലെ മറ്റൊരു ഭാഗത്തായി വൈക്കം ഡേവിഡിന്റെ മകനായ ഷറഫുദ്ദീന്റെ കഥാപാത്രത്തെ വിനീത് മാധവൻ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് മഹത്വം സച്ചിൻ എന്നാണ്. സച്ചിന് കുറച്ച് മഹത്വം കൂടുതലാണ്. അതിന്റെ കാരണം അയാളുടെ അച്ഛനായ വൈക്കം ഡേവിഡ് തന്റെ മകനോട് പറയുന്നുണ്ട്, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹത്വമാണ്, അതൊരിക്കലും വിട്ടുകളയരുത് എന്ന്. ഈ സിനിമ ആരംഭിക്കുന്നത് ജഗദീഷിന്റെ വൈക്കം ഡേവിഡിന്റെ ഡെവിൾസ് ഐലൻഡ് എന്ന നോവൽ കാണിച്ചുകൊണ്ടാണ്. ശരിക്കും ഈ നോവലിലെ ആശയമാണ് വിനീത് മാധവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കഴിവുള്ളവർ നേടിയെടുത്ത നിധി കഴിവില്ലാത്തവൻ തട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം കാണിക്കുന്ന കാർട്ടൂൺ സീക്വൻസ് ആണ് വിനീത് മാധവൻ ഈ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഹീറോയിന് കൊടുക്കുന്ന കഥാപശ്ചാത്തലവും കോസ്റ്റ്യൂമും. ഡെവിൾസ് ഐലൻഡ് എന്ന നോവലിന്റെ ആമുഖത്തിൽ എഴുതിയ അതേ വാക്കുകളാണ് നസ്ലിന്റെ വിനീത് മാധവൻ എന്ന കഥാപാത്രം സിനിമയുടെ ക്ലൈമാക്സിൽ എല്ലാവരോടുമായി പറയുന്നത്. കഴിവുള്ളവർ നേടിയെടുത്ത നിധി കഴിവില്ലാത്തവൻ തട്ടിക്കൊണ്ടുപോകുന്നു. രാജേഷ് മാധവൻ അവതരിപ്പിച്ച ആനന്ദ് സുധാകരൻ എന്ന സിനിമാ നിരൂപകൻ പ്രശസ്ത മലയാള സിനിമാ നിരൂപകനായ മനീഷ് നാരായണന്റെ റെഫറൻസ് ആണ്. 2011 കാലഘട്ടത്തിൽ മനീഷ് നാരായണൻ ഇന്ത്യ വിഷൻ ചാനലിലൂടെ സിനിമകളെ ഹാസ്യരൂപേണ റോസ്റ്റ് ചെയ്യുന്ന അതേ ശൈലിയും വസ്ത്രധാരണവുമാണ് രാജേഷ് മാധവന്റെ കഥാപാത്രത്തിന് സംവിധായകൻ സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. രാജേഷ് മാധവന്റെ കഥാപാത്രം മലയാള സിനിമയുടെ മോശം അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ വിനീത് മാധവന്റെ കഥാപാത്രം കസേരയിൽ ഇരുന്നുകൊണ്ട് വിരൽ ചൂണ്ടി ഞാൻ മലയാള സിനിമയെ രക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.
എന്നാൽ ആ ഒരു രംഗം പ്രശസ്ത ഹോളിവുഡ് സിനിമയായ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന സിനിമയിലെ ഡിക്കാപ്രിയോ വിരൽ ചൂണ്ടുന്ന മീമിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അർജുൻ ഹരിദാസ് എന്ന കഥാപാത്രം ആരാണെന്നായിരുന്നു സിനിമ കണ്ട പ്രേക്ഷകരുടെ സംശയം. എന്നാൽ അർജുൻ ഹരിദാസ് എന്ന കഥാപാത്രത്തിന് ബേസിൽ ജോസഫിന്റെ ക്യാരക്ടറൈസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും തമാശ പറയുന്ന, വിനയം കൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന, തനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പ്രശംസിച്ച് സംസാരിച്ചാൽ ഭാവിയിൽ തനിക്കെതിരെ ഒരു വലിയ ആരോപണം ഉണ്ടായാൽ പോലും ഒരു വലിയ കൂട്ടം ആളുകൾ എന്റെ കൂടെ കാണുമെന്നുള്ള സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് അർജുൻ ഹരിദാസ്. ഒരു സീനിൽ അർജുൻ ഹരിദാസ് പറയുന്നുണ്ട്, ഞാൻ വേൾഡ് ക്ലാസിക്കുകളൊന്നും കണ്ടിട്ടില്ല എന്നും എനിക്കറിയാവുന്നത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് എന്ന്. സംവിധായകനായ ബേസിൽ ജോസഫ് പലപ്പോഴും ഇതേ കാര്യം തന്നെ റിപ്പീറ്റായി പലതവണ പറഞ്ഞിട്ടുണ്ട്. ടൈറ്റാനിക്കും ജുറാസിക് പാർക്കും മാത്രമാണ് എനിക്കറിയാവുന്ന ലോക സിനിമകളെന്ന് ബേസിൽ പറയുന്ന ഇന്റർവ്യൂ ക്ലിപ്പുകൾ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അർജുൻ ഹരിദാസിന്റെ കഥാപാത്രം സ്റ്റേജിൽ വെച്ച് പറയുന്നുണ്ട്, സിനിമ ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നില്ല എന്റേത് എന്ന്. ബേസിൽ ജോസഫിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഓർത്തഡോക്സ് ആയതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാർ സിനിമ ചെയ്യാൻ വേണ്ടി സമ്മതിച്ചിരുന്നില്ല. മാത്രമല്ല, ബേസിൽ ജോസഫിനും അർജുൻ ഹരിദാസിനും ഒരേ പ്രായമാണ് സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. അർജുൻ ഹരിദാസ് വിനീത് മാധവന്റെ ശൈലി അതുപോലെ തന്നെ അടിച്ചു മാറ്റുന്നുണ്ട്. സംവിധായകനായ വിനീത് ശ്രീനിവാസന്റെ ശിഷ്യനായ ബേസിൽ ജോസഫ് ഗോദ പോലുള്ള സിനിമകളിൽ വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ കാണുന്ന അതേ ഫ്രെയിമുകളാണ് പാട്ടുൾപ്പെടെ എല്ലാ സീനുകളിലും കൊടുത്തിട്ടുള്ളത് എന്നത് ഈ സ്റ്റേറ്റ്മെന്റ് സ്ഥിരീകരിക്കുന്നവയാണ്. അർജുൻ ഹരിദാസ് മലയാള സിനിമയിലെ ആദ്യത്തെ മോൺസ്റ്റർ സിനിമയുടെ സംവിധായകനാണെന്നും പറയുന്നുണ്ട്. സമാനമായി ബേസിൽ ജോസഫ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമയുടെ സംവിധായകനും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അർജുൻ ഹരിദാസും ബേസിൽ ജോസഫും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. അർജുൻ ഹരിദാസ് 2011 സംവിധാനം ചെയ്ത സിനിമയുടെ പേര് ആഫ്റ്റർ പാർട്ടി എന്നാണ്. ഇത് 2011 ഷൂട്ട് ചെയ്ത് 2012 പുറത്തിറങ്ങിയ അമൽ നീരദിന്റെ ബാച്ചലർ പാർട്ടി എന്ന സിനിമയുടെ പോസ്റ്ററിനോട് സമാനതകളുള്ളതായിരുന്നു. സിനിമയിൽ പലയിടത്തായി തിരമാലകളെ കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു മെറ്റഫറാണ്. ഈ വലിയ തിരമാലകൾ ഉദ്ദേശിക്കുന്നത് വലിയ പ്രശ്നങ്ങളെയാണ്. എന്നാൽ വിനീത് മാധവൻ തനിക്കെതിരെ വരുന്ന വലിയ പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറായി എന്നതിന്റെ സൂചനയാണ് സംവിധായകന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് തിരമാലകളെ നേരിടുന്നതായി കാണിക്കുന്നത്. മലയാള സിനിമയിൽ ഒരുപാട് ബോറൻ പടങ്ങൾ തുടർച്ചയായി വരുന്നതിന്റെ കാരണം എന്താണെന്ന് സിനിമയിൽ വ്യക്തമായി പറയുന്നുണ്ട്. വിനീത് ശ്രീനിവാസന്റെ ഹാരിസ് ബഷീറിന് ടാക്സ് കുറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം ബജറ്റ് കൂട്ടി സിനിമകൾ ഇറക്കി അയാൾ തന്നെ മനഃപൂർവ്വം സിനിമകൾ പൊട്ടിച്ചു കളയുന്നുണ്ട്. എത്രമാത്രം നഷ്ടം കൂടുന്നുവോ അത്രയും ടാക്സ് കുറയുന്നു എന്നുള്ള തിയറിയാണ് ഹാരിസ് ബഷീറിന്റേത്. മലയാള സിനിമയിൽ ഒരുപാട് ഹാരിസ് ബഷീർമാരെ നമുക്ക് ഇന്നും കാണാൻ കഴിയും. സംവിധായകൻ അഭിനവിന്റെ ആദ്യ സിനിമയായ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിന്റെ തുടക്കത്തിൽ ആരോടും നന്ദി പറയുന്നില്ല എന്ന് കാണിച്ചത് വലിയ വിവാദമായിരുന്നു. അന്ന് മലയാള സിനിമാ സംഘടനയിലെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സിനിമയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പോലെയുള്ളവരെ കളിയാക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിൽ സംവിധായകൻ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ സിനിമയിൽ ആർക്കും നന്ദി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെതിരെ ട്രോളിക്കൊണ്ടാണ് തന്റെ രണ്ടാമത്തെ സിനിമയിൽ നസ്ലിന്റെ കഥാപാത്രം ക്ലൈമാക്സിൽ മലയാള സിനിമയിലെ ഊടായിപ്പ് ആളുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വലിയ നന്ദി പ്രസംഗം തന്നെ നടത്തുന്നത്. സംവിധായകനായ അഭിനവ് സക്സസ് ട്രിലോജി എന്ന പേരിൽ 3 സിനിമകൾ പുറത്തിറക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ആദ്യ സിനിമയിൽ സക്സസ് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോരാടുന്ന സ്വാർത്ഥനായ ഒരാളുടെ കഥയാണെങ്കിൽ രണ്ടാമത്തെ സിനിമയിൽ സക്സസ് ആഗ്രഹിച്ചിട്ട് പിന്നീട് തോറ്റുപോയ ഒരാളുടെ കഥയാണ് പറയുന്നത്. ഇതിന്റെ കൂടെ സക്സസിനെ അടിസ്ഥാനമാക്കി മൂന്നാമതൊരാളുടെ കഥ കൂടി അഭിനവ് പറയുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.